ലേക്കാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടുകൂടി ഇനിയുള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത എന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടവ തന്നെയായിരിക്കും. 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസിന് പുറമെ തൃണമൂൽ കോൺഗ്രസ്, BSP തുടങ്ങിയ പാർട്ടികളും രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് കത്ത് നൽകാൻ ആണ് തീരുമാനം. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും ER രാഗേഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, 7 ഘട്ടമായി നടത്തുന്നതിലെ എതിർപ്പിന് കാരണം എന്താണ്? അഭിലാഷ്, 7 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്, രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കമ്മീഷൻ പ്രഖ്യാപിച്ചത് അങ്ങനെയാണ്. ഏതായാലും ഇന്നലെ പ്രഖ്യാപിച്ചത് മുതൽ വോട്ടെണ്ണുന്ന ജൂൺ 4 വരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ 82 ദിവസത്തെ പ്രക്രിയയാണ് പൂർത്തീകരിക്കേണ്ടത്. മാത്രവുമല്ല, ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ 19 അന്ന് മുതൽ ജൂൺ 4 വരെയുള്ള ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 44 ദിവസം നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ 44 ദിവസം എന്ന് പറയുന്നത് രാജ്യത്തെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ ഷെഡ്യൂളാണ്. അതായത് ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലാണ് ഇത്രയും അധികം ദിവസം നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ദൈർഘ്യമേറിയ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ രാജ്യത്തെ സംബന്ധിച്ചോളം ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ജൂൺ മാസത്തിലും ജൂൺ മാസത്തിലേക്ക് കൂടി കടക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതും രണ്ടാം തവണ മാത്രമാണ്. ജൂൺ മാസത്തെ പ്രത്യേകത, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും മധ്യ ഇന്ത്യയിലും ഒക്കെ തന്നെ കനത്ത ചൂട് ഉള്ള കാലഘട്ടമാണ്. അപ്പോൾ ജൂണിലേക്ക് തെരഞ്ഞെടുപ്പ് കടക്കുന്നു എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനുണ്ട്. ഏതായാലും 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസിന് പുറമെ തൃണമൂൽ കോൺഗ്രസ്, NCP തുടങ്ങിയ കക്ഷികൾ, BSP തുടങ്ങിയ കക്ഷികളൊക്കെ തന്നെ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് 3ഓ 4ഓ ഘട്ടമായി തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിക്ക് എല്ലാ സ്ഥലങ്ങളിലും പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന വിമർശനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. തൃണമൂൽ കോൺഗ്രസും സമാനമായ ആരോപണം തന്നെ ഉന്നയിച്ചിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് നേരത്തെ 2 ഘട്ടമായെങ്കിലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഒരു അഭിപ്രായം അവർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ 7 ഘട്ടമായാണ് പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അത് BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ന ആരോപണമാണ് ഉയരുന്നത്. കാരണം പണം കൂടുതലുള്ള പാർട്ടി BJP ആണ്. അപ്പോൾ അവർക്ക് കൂടുതൽ പണം ഒഴുക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു ഷെഡ്യൂൾ നിശ്ചയിച്ചിരിക്കുന്നതെന്ന വിമർശനം തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്തു. മാത്രമല്ല, തൃണമൂൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം, മറ്റ് വലിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഒരു ഒറ്റഘട്ടമായും 2 ഘട്ടമായും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കാരണം 42 സീറ്റാണ് പശ്ചിമ ബംഗാളിലുള്ളത്. തമിഴ്നാട്ടിൽ 39 സീറ്റുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒറ്റഘട്ടമായാണെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. കർണാടകത്തിലും രാജസ്ഥാനിലും 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 7 ഘട്ടമായി പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അത് BJPയെ സഹായിക്കാൻ വേണ്ടിയാണെന്ന ആരോപണം ഉന്നയിക്കുന്നു. മഹാരാഷ്ട്രയിൽ 5 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനെയും അവിടുത്തെ മഹാസഖ്യം ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം മുൻകാലങ്ങളിലൊക്കെ 3 ഘട്ടമോ അല്ലെങ്കിൽ 4 ഘട്ടമായി മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കാറുണ്ട്. ഇത്തവണ ഏതായാലും മോദിക്കും ഒപ്പം തന്നെ BJPക്കും വോട്ടർമാരിൽ വലിയ സ്വാധീനമില്ല. അപ്പോൾ സ്വാഭാവികമായും പ്രചാരണത്തിന് കൂടുതൽ ദിനങ്ങളിൽ ഈ സംസ്ഥാനത്തെത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടുള്ളത് വിമർശനം അവരും ഉന്നയിക്കുന്നു. BSPയും സമാനമായ ആരോപണം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. 3ഓ 4ഓ ഘട്ടമായി തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സമയലാഭവും ഒപ്പം തന്നെ പണവും ഒക്കെ ലാഭിക്കാൻ കഴിയുമായിരുന്നു. ഇത് പണമുള്ള പാർട്ടികൾക്ക് മാത്രം ഗുണം ചെയ്യുന്ന ഒരു ഷെഡ്യൂളാണെന്ന വിമർശനം മായാവതിയും ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തോൽവിയുടെ മാനസികാവസ്ഥയിൽ നിന്നാണ് ഇത്തരം പ്രതികരണമെന്ന് മഹാരാഷ്ട്രയിലെ BJP നേതാക്കൾ ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തീർച്ചയായും 7 ഘട്ടമായുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ ആണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. അതിൽ ഇനിയൊരു മാറ്റത്തിന് സാധ്യതയില്ല. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനം തോൽവിയുടെ ഭയത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്നാണ് BJP തിരിച്ചടിക്കുന്നത്. അതേ